ശകല എണ്ണ തൊടുക, കുഴച്ചെടുക്കുക. അപ്പൊ നമ്മൾക്ക് കയ്യിലോട്ടില്ലല്ലോ. ശകല എണ്ണ തൊടുക, കുഴച്ചെടുക്കുക. ഹായ്, ഞാൻ സുധാ മഴമേഘാണ്. ഇന്ന് ഞാൻ ഇവിടെ ഒരു സ്നാക്സ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ സാധാ മുറുക്കാണ്. പക്ഷേ ഉഴുന്നുമാവോ കടലപ്പൊടിയോ ഒന്നും ചേർക്കാതെ അരിപ്പൊടിയും മൈദയും വെച്ചിട്ടുള്ള ഒരു മുറുക്കാണ് ഞാനിവിടെ ചെയ്യാൻ പോണത്. നമ്മൾക്ക് അതിന് എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് നോക്കണ്ടേ? വരൂ, കാണിച്ചു തരാം. അരിപ്പൊടി ഇതിനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് അരപ്പാത്രം മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ശകല മുളക് പൊടി എടുത്തിട്ടുണ്ട്, കൂടുതലും വേണ്ട. പിന്നെ ഒരു 2 സ്പൂണ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയാവാം, നെയ്യാവാം, എന്ത് വേണമെങ്കിലും നമ്മൾക്കിത് എടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പം നമ്മൾക്ക് ഈ മുറുക്കിനുള്ള മാവ് കുഴച്ചെടുത്താലോ? നമ്മൾക്ക് മുറുക്കിനുള്ള മാവ് കുഴയ്ക്കാനുള്ള വെള്ളമാണ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ആദ്യം അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് മൈദാമാവ്. പിന്നെ അടുത്തതായിട്ട് മുളക് പൊടിയാണ്. പിന്നെ ഈ 2 സ്പൂണ് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് ഇതിനാവശ്യമുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതെടുത്ത് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് ബാക്കി കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ കുറച്ച് വെള്ളത്തിന്റെ കുറവുണ്ട്, നമ്മൾക്ക് അതുകൂടി ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കണം. പച്ചവെള്ളം പോരാ പറഞ്ഞിട്ട് പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ കേട്ടോ. ഇപ്പൊ കറക്റ്റാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് ആവശ്യത്തിന് രണ്ടാമത് ഇട്ടാൽ മതി. അപ്പൊ നമ്മൾക്കിത് നന്നായിട്ട് കൈകൊണ്ട് കൂടെ ഒന്ന് കുഴച്ചിട്ട് നമ്മൾക്കൊരു അരമണിക്കൂർ സെറ്റാകാൻ വെക്കാം. അപ്പൊ ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ. ചൂടുണ്ട് ആവശ്യത്തിന്. ശകല എണ്ണ തൊടുക, കുഴച്ചെടുക്കുക. അപ്പൊ നമ്മൾക്ക് കയ്യിലോട്ടില്ലല്ലോ. ശകല എണ്ണ തൊടുക, കുഴച്ചെടുക്കുക. നമ്മുടെ മാവ് സെറ്റാക്കി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. അപ്പൊ കണ്ടില്ലേ, ഈ മാവിന്റെ പരുവ് ഒന്ന് നോക്കുക. എത്ര പെട്ടെന്നാണ് തപ്പിച്ചാ വരുന്നത്. അത്രയും സോഫ്റ്റ് ആയിരിക്കണം. കയ്യിലൊട്ടൊന്നുമില്ല. വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ചപ്പാത്തി മാവിന്റെ അത്ര ടൈറ്റും വേണ്ട. കണ്ടില്ലേ, അപ്പൊ ഇങ്ങനെ ആയിരിക്കണം മാവിന്റെ പരുവം. ഇനി നമ്മൾക്കിത് ചുട്ടെടുത്താലോ? അപ്പൊ ഞാൻ സേവനാഴി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഏത് ചില്ലാണ് നോക്കണ്ടേ? നമുക്ക് ഇതെടുക്കാൻ തോന്നുന്നു. മുറുക്ക് വന്നിട്ട് ബലം കുറവായത് കൊണ്ട് നമുക്ക് ഇതെടുക്കാം. അപ്പം അധികം മുറിഞ്ഞു പോവാതെ കിട്ടും. അപ്പൊ നമ്മൾക്കിതൊന്ന് സെറ്റ് ചെയ്യാം. നമ്മൾക്കിതിലേക്ക് ശകല എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പൊ സേവനാഴിയും എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് മുറുക്കിന്റെ മാവ് ഇതിലോട്ട് ഇട്ടിട്ട് എണ്ണയിലോട്ട് നേരിട്ട് പിഴിഞ്ഞെടുക്കാം. നമ്മൾക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. നല്ല വെളിച്ചെണ്ണയാണ്. നമ്മൾ വീട്ടിലേ ചെയ്ത വെളിച്ചെണ്ണയാണിത്. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായാ നോക്കണ്ടേ? നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് മുറുക്കിനുള്ള മാവ് സേവനാഴിയിൽ കറക്റ്റായി ഇട്ടിട്ട് നമ്മൾക്ക് അതിലോട്ട് പിഴിഞ്ഞു കൊടുക്കാം.
എണ്ണ നന്നായിട്ട് തിളച്ചിരിക്കണം നമ്മൾ ഈ മാവ് പിഴിഞ്ഞെടുക്കുമ്പോൾ. നമ്മൾക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ മുരിക്ക് റെഡി ആയല്ലോ. ഇനി നമ്മൾക്കിത് കോരിയെടുക്കാം. ആഹാ, അങ്ങനെ നമ്മുടെ അടിപൊളി സിമ്പിൾ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ അമ്മ? അതെ, കലക്കി. നമുക്കിതൊന്ന് രുചിച്ചു നോക്കിയാലോ എന്നാ. ഓക്കേ. കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത്. അരിപ്പൊടിയും മൈദയും മുളക് പൊടിയും ഇത്ര മാത്രമേ ഉള്ളൂ ഇതിന്. ഇതൊന്ന് കഴിച്ചു നോക്കൂ. എങ്ങനെയുണ്ട് അച്ഛാ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ? ടേസ്റ്റ് ഉണ്ട്. ഇല്ല അത് ഒന്ന് പൊട്ടിച്ച് കാണിച്ചൊരു നോക്കൂ, പെട്ടെന്നാകുന്നുണ്ട്. എത്ര പ്രായമായവർക്ക് മുറുക്ക് കണ്ടിട്ടേ ഇല്ല. ഓക്കേ, ഇനി നമ്മൾക്ക് ഇതിനെ കഷ്ണങ്ങളാക്കിയിട്ട് ഡപ്പിൽ സൂക്ഷിച്ചു വെക്കാട്ടോ. അപ്പൊ ഇവിടെ എല്ലാം സിമ്പിളാണ്.